ഏസി ഞങ്ങളിപ്പോൾ ഉള്ളത് കൊച്ചി വാട്ടർ മെട്രോയിലാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കയറുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പം എങ്ങോട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഫോർട്ട് കൊച്ചിക്കാണ്. കുറേ പേര് ക്യാൻവാസ് ചെയ്യാനൊക്കെ വേറെ ബോട്ടിലൊക്കെ. ഇത് കുറച്ചുകൂടെ ചീപ്പറാണ്, പിന്നെ കുറേ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ വേറൊരു ബോട്ട് സെപ്റ്റംബറിൽ ലോഞ്ച് ആവുന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടെ ഒരു പ്രീമിയം ആണ്. അത് നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ കാണിക്കാം. അപ്പം 120 ₹40 3 പേർക്കും കൂടി. ദാവീദിനും ഇത്തവണ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. സോ 3 പേർക്കും കൂടി 120 ആയി. സോ വി ആർ വെയിറ്റിംഗ്. യെസ്, വണ്ടി കയറിയിട്ട് കാണാം. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ആക്സിസ് ബാങ്കിന് ആക്ച്വലി ഇതിനെന്തോ 10% ഓഫർ ഉണ്ട് കേട്ടോ. ഞാൻ അത് കറക്റ്റായിട്ട് നോക്കിയില്ല. ഐ മീൻ ആക്സിസ് ബാങ്ക് കാർഡ്. അങ്ങനെ ഏകദേശം ഒരു 10 minutes ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓട്ടോ മെട്രോ എത്തി. അങ്ങനെ ഞങ്ങൾ കയറി. ഓട്ടോ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹൈക്കോർട്ട് ടു ഫോർട്ട് കൊച്ചി, വീണ്ടും ഫോർട്ട് കൊച്ചി ടു ഹൈക്കോർട്ടാണ് ഞങ്ങൾ റിട്ടേൺ വന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. ഏകദേശം ഒരു ട്രാവൽ ടൈം എന്ന് പറയുന്നത് ഹാർഡ്ലി ഒരു 5 to 10 minutes. അത് നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെ അത് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദാവീദിന് ഞങ്ങൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെട്ടു. വേറെ ബോട്ട്സ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഒത്തിരി നേരം ഇരിക്കേണ്ടി വരും, അതുപോലെ തന്നെ കോസ്റ്റും ഭയങ്കരമാണ്. പക്ഷേ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റേഷൻ ഫോർട്ട് കൊച്ചി. ഞങ്ങൾ ഇതിനകത്ത് ഇരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചി ഡച്ച്, പോർച്ചുഗീസ്, പിന്നെ ബ്രിട്ടീഷ് ആർക്കിടെക്ചറിനെ അറിയപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ അവിടുത്തെ ഫോർട്ട് കൊച്ചി ബീച്ച്, പിന്നെ നമുക്കറിയാം ഫ്രാൻസിസ് ചേർച്ച്, പിന്നെ വാസ്കോട്ട ഗാമയുടെ ബരിയൽ സൈറ്റ്, അതൊക്കെ നമ്മളങ്ങനെ കണ്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഹെറിറ്റേജ് ബിൽഡിങ്സ്, പിന്നെ കണ്ടംപററി ആർട്ട് ഗാലറീസ്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. പിന്നെ ഇവിടുത്തെ ബാംബു ഫിഷിംഗ് നെറ്റ് എല്ലാവർക്കും അറിയാം, ചൈനീസ് ഫിഷിംഗ് നെറ്റ്. പിന്നെ നമ്മളൊരു ഈവനിങ് ആയപ്പോഴായിരുന്നു ഇറങ്ങി. അപ്പോൾ അവിടുത്തെ കാറ്റൊക്കെ കണ്ടിങ്ങനെ ആ സ്ട്രീറ്റ്സിലേക്ക് കൂടി നടക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെട്ടത് ബാസ്റ്റിയൻ ബംഗ്ലോ ആണ്. അങ്ങനെ ഞങ്ങൾ ബാസ്റ്റിയൻ ബംഗ്ലോ വിസിറ്റ് ചെയ്തു ഗൈസ്. സംഭവം കുഴപ്പമില്ല, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആണ്. ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്കും ചില്ല് ചെയ്യാൻ പറ്റും അല്ലേ. നോളജ് വേണമെന്നുണ്ടെങ്കിൽ കയറി നോക്കാം. ഇത് യൂറോപ്യൻസും ബ്രിട്ടീഷുകാരെല്ലാം മാറി മാറി എടുത്തൊരു കോട്ടയായിരുന്നു. പിന്നെ അതൊരു വീടായിട്ട് മാറി ബംഗ്ലാവാക്കി ബ്രിട്ടീഷുകാർ. ആ ബംഗ്ലാവിൽ ആൾത്താമസം ഉണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ടാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അത് ടേക്ക് ഓവർ ചെയ്തിട്ട് ഒരു മ്യൂസിയമാക്കി മാറ്റിയത്. ഇങ്ങനെ ബാസ്റ്റിയൻ ബംഗ്ലാവ് സിറ്റുവേറ്റ് ആയിരിക്കുന്നത് റിവർ റോഡ് ഫോർട്ട് കൊച്ചിയിലാണ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്തത് 1667 അപ്പോൾ ഇത് പോർച്ചുഗീസുകാരാണ് നിർമ്മിച്ചത് 16th century. അങ്ങനെ ഡച്ചുകാർ കൊച്ചിനെ 1663 ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ഈ ഫോർട്ടിനെ കംപ്ലീറ്റ്ലി അവർ നശിപ്പിച്ച് തുടങ്ങി. അങ്ങനെ അതിൻ്റെ സൈസ് ഏകദേശം 1/3 ഇത് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഒറിജിനലി ഈ ഫോർട്ടിന് 7 ബാസ്റ്റേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണമായിരുന്നു സ്റ്റോംബർഗ് ബാസ്റ്റിയനെന്ന്. ഇതിന് ലേറ്റർ കൺവേർട്ട് ചെയ്തത് ബാസ്റ്റിയൻ ബംഗ്ലാവ് ആണ്. അപ്പോൾ ഈ ബംഗ്ലാവ് ഏകദേശം ഒരു സർക്കുലർ സ്ട്രക്ചർ ആണ് ബിൽഡ് ചെയ്തിരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ് നിങ്ങൾ പുറത്തുനിന്ന് കാണുമ്പം. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരും ഇതിൻ്റെ വാൾസൊക്കെ ഡെസ്ട്രോയ് ചെയ്യാൻ നോക്കി. അത് അവർ ഇൻവേഡ് ചെയ്തത് ഒരു 1806 ഇവർ ഇൻവേഡ് ചെയ്തു. പക്ഷേ ഈ ബിൽഡിംഗ് മാത്രം അവർ അൺടച്ച്ഡ് ആയിട്ട് അവിടെ നിന്ന് പോയത്, തൊടുകയൊന്നും ചെയ്തില്ല. ഇതിനകത്ത് കയറുമ്പം ഇതിൻ്റെ വാളിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഇതുപോലെ ഒരു പിക്ടോറിക്കൽ ഡെമോൺസ്ട്രേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വായിച്ച് അവിടുത്തെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞിട്ട് നമുക്കിങ്ങനെ നീങ്ങി പോവാം. അപ്പോൾ നല്ലൊരു അറിവ് നേടാൻ നമുക്ക് ബാസ്റ്റിയൻ ബംഗ്ലാവിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ബ്രീഫായിട്ട് നമുക്കൊന്ന് അറിയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ബംഗ്ലാവിടെ താഴെ കുറേ നെറ്റ്വർക്കിൻ്റെ സീക്രട്ട് ടണൽസൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല കേട്ടോ. ഒന്നും കണ്ടെത്തിയിട്ടായിട്ട് പറഞ്ഞിട്ടും ഇല്ല. അപ്പം നെക്സ്റ്റായിട്ട് നമ്മൾ കിടക്കുന്നത് ഇവിടുത്തെ ഒരു ഡച്ച് കിച്ചണിലോട്ടാണ്. ഇവരുടെ തന്നെ എങ്ങനെയാണ് കിച്ചൺ ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അവരുപയോഗിച്ചിട്ടുണ്ടായിരുന്ന കെറ്റലും ബൗൾസും പ്ലേറ്റ്സും അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം.
സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് ഏകദേശം ഒറിജിനലി ഇത് ബിൽഡ് ചെയ്തത് 1503 അപ്പം വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂറോപ്യൻ ചേർച്ചസ് ഇൻ ഇന്ത്യ എന്നാണ് വിറ്റ്നസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പോർച്ചുഗീസ് എക്സ്പ്ലോറർ വാസ്കോട്ട ഗാമ കൊച്ചിനിലാണ് മരിച്ചത്. അപ്പം 1524 തേർഡ് വിസിറ്റ് ഇന്ത്യക്ക് കൊടുത്തപ്പോഴായിരുന്നു മരിച്ചത്. അപ്പം അങ്ങനെ ഒറിജിനലി ബോഡിനെ ആദ്യം ഭരിച്ചത് ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ പള്ളിയുടെ അകത്ത് വീഡിയോഗ്രാഫി പിന്നെ ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് അതിനകത്ത് വ്യൂസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് വാസ്കോഡ ഗാമ സ്റ്റേ ചെയ്ത വീടാണെന്നാണ് വിശ്വസിക്കുന്നത്. പള്ളിയുടെ തൊട്ടടുത്ത്, അതായത് CSA പള്ളിയുടെ വാസ്കോഡ ഗാമ അടക്കിയിരിക്കുന്ന CSA പള്ളിയുടെ നേരെ പിറകിലായിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. അതുകൊണ്ട് വാസ്കോഡ ഗാമ ഇവിടെ താമസിക്കുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ പള്ളി നമ്മൾ ബിഗ് ബി സിനിമയിലും മമ്മൂട്ടിയൊക്കെ താമസിക്കുന്ന വീടാണ് അത്. ഉണ്ട്. ഇനി ഞങ്ങൾ വീണ്ടും ഓട്ടോ മെട്രോ സ്റ്റേഷൻ ഫോർട്ട് കൊച്ചിയിലോട്ട് എത്തി. അവിടെ നിന്ന് നമ്മൾ ഹൈക്കോർട്ടിലോട്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തിരിച്ചു. അപ്പോൾ മെയിനായിട്ട് ഞങ്ങൾ ഈ വാട്ടർ മെട്രോയിൽ തന്നെയാണ് ഫോർട്ട് കൊച്ചി ചെന്നു, അവിടെ കണ്ടു. തിരിച്ച് ഞങ്ങൾ അതേ ഇതിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത് നല്ലൊരു ഹോട്ടൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വാട്ടർ മെട്രോ, നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുക സ്ഥലങ്ങളിലോട്ട്. കാറൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ട്രാഫിക്കും അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്